ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി വെളുത്ത് പാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്തൊരു സമയം ഉണ്ടാകുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇന്നലെയും തിരക്ക് ഇന്നും തിരക്ക് നാളെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ കൈയും കാലും മുഖം നമ്മൾ ഫുൾ ബോഡി കളർ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റിസൾട്ട് 100% ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെയും മിനിയാന്നും ഇന്നൊക്കെ വെയിൽ കൊണ്ട് ആകെ ടയേർഡായിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പറ്റ കളറൊക്കെ പറ്റ മങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ വെയിലിൻ്റെ ചൂട്, ഇപ്പോഴൊക്കെ എന്താ ചൂടില്ലേ, ചൂടുകൊണ്ട് ആകെ ടയേർഡായിട്ടുണ്ട്. മുഖമൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാ കുന്തങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് ഞാൻ ഫുൾ ബോഡിയിലിടാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ ഒരു ചേരുവകളും, കാരണം 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല. 3 അല്ല 4 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. ഒന്ന് മാത്രം കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതാ പിന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് തേക്കണത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസ് പൊടിച്ചതാണ്. അതായത് പച്ചരി, നമ്മൾ ദോശ, ഇഡ്ഡലി, പത്തിരി ഇതിലൊക്കെ എടുക്കുന്ന പച്ചരി പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് കുറഞ്ഞൊരു പാൽട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മില്ലിൽ പൊടിച്ച പൊടിയാകുമ്പോൾ നല്ല നൈസ് പൊടിയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലൊക്കെ അല്ലേ. ഇത് ഞാൻ കഴുകി ഉണക്കി ഇപ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഇതിനുണ്ട് കേട്ടോ. കാരണം ഈ ഒരു പാക്ക് തയ്യാറാവുമ്പോൾ നല്ലോണം നൈസ് പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ 3 ടീസ്പൂൺ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പച്ചരിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ എന്ന് പറയുന്നത് ഞാൻ കൈയും കാലും മുഖവും കഴുത്തിലും ഇടാൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല നാച്ചുറലായിട്ടുള്ള നല്ല പാല്, ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കാത്ത പാക്കറ്റ് പാലല്ല, നമ്മൾ പശുവിനെ കറക്കണ സ്ഥലത്തുനിന്ന്, വീടുകളിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ വാങ്ങിക്കണ പാല് വേണം നമ്മളിതിന് വാങ്ങാനായിട്ട്. അപ്പോൾ പാല് അരിപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നല്ല കളർ വെക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല 2 സാധനങ്ങളാണ് കേട്ടോ ഈ പച്ചരിൻ്റെ പൊടിയും പാലും. അപ്പോൾ ഇത് നിങ്ങളിത് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരിപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ പൊടി മാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ അതാ പാല് പിന്നെയും ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം നമ്മൾ അരി ഉണക്കി പൊടിച്ച പൊടിയാകുമ്പോൾ അതിൽ ധാരാളം വെള്ളമായാലും പാലായാലും ഒഴിക്കുമ്പോൾ അതങ്ങോട്ട് വറ്റി പോകില്ല. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒലീവ് ഓയിലാണ് കേട്ടോ വേണ്ടത്. ഒലീവ് ഓയിൽ ഏത് കമ്പനിയുടെ ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 200 രൂപയാണ് ഈ ഒരു കുപ്പിക്ക് കേട്ടോ, 50 ഗ്രാമാണ്. അപ്പോൾ ഞാൻ ഒലീവ് ഓയിൽ 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒലീവ് ഓയിൽ ഇട്ട് കൊടുക്കുക. ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രിയൊക്കെ കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കൈ, കാല്, മുഖം, കഴുത്തൊക്കെ നമ്മൾ കുറച്ച് 2 തുള്ളി ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും നല്ല ചുളിവുകളൊക്കെ പോകാനൊക്കെ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഇനി രണ്ടാമത് ഞാൻ എടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കാരണം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കണം. ഈ ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും കൂടെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇളക്കി ഒരു 5-6 മിനിറ്റ് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ കുറച്ചൊന്ന് ടൈറ്റായി വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങളിതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ചേർക്കരുത്. ഇതിങ്ങനെ കുഴച്ചെടുക്കണമെങ്കിൽ പാലിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും
ഓരോ ടീസ്പൂൺ മാത്രം എടുത്താൽ മതി, അത് ധാരാളം മതിയാവും. ഒരുപാടായാൽ നമ്മളിത് പാക്ക് ഇടുമ്പോൾ അത് അടർന്ന് പോരും കേട്ടോ. അപ്പോൾ അത്രയും മാത്രം മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ഇടുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഈ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. എവിടെയാണെങ്കിലും ആദ്യം തന്നെ പാളിപ്പോയി മുഖത്തേക്കിടത്. മുഖത്തിങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെനിക്ക് ഫുൾ ബോഡിയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ. ചുണ്ടുമത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. ഇത് നമ്മളെ കണ്ണിൻ്റെ മുകളിലൊക്കെ തേക്കാം, കാരണം ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല. ഇപ്പോൾ ഇതാ നമ്മുടെ കണ്ണിങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ണിൻ്റെ ഉള്ളിലാവണ്ട. ഇനി നമുക്ക് കാലിൽ തേച്ച് കൊടുക്കാം. നമ്മളെ കാലൊക്കെ നല്ല ഒരു കളറ് വെക്കാൻ ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ. ഇനി കഴുത്തിൽ നമ്മുടെ ചെവിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമ്മുടെ വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് കളറ് കുറച്ച് കുറവായിട്ട് വരിക, നിറം മങ്ങിയതുപോലെ തോന്നുക. അപ്പോൾ അതാ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു 15-20 മിനിറ്റ് നമുക്കിത് തേച്ച് പിടിപ്പിച്ചിട്ട് ഡ്രൈ ആവുമ്പോൾ നമുക്കിത് തുടച്ച് മാറ്റാം. ശരിക്കും കുളിക്കട്ടോ, കുളിച്ചാലേ അത് പോവുള്ളൂ. നല്ല സോപ്പ്, നല്ല ആയുർവേദ സോപ്പ് ഉപയോഗിച്ച് 15-20 മിനിറ്റ് കഴുകിക്കളയാം, കുറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിന് കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ നമ്മുടെ മുഖത്തും ചെവിയിലൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഇനി ഞാനിത് നമ്മളെ കയ്യിനാണിത് തേച്ച് കൊടുക്കാൻ പോണത്. നമ്മുടെ കയ്യിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫുള്ള് തേച്ചിട്ട് റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഫുള്ള് തേച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കയ്യും മുഖവും കാലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുകയാണ് ചെയ്യുക. വാഷിംഗ് റൂമിൽ പോയിട്ട് കുളിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാലിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഖത്തൊക്കെ എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റണില്ല, നല്ല ടെമ്പറായിട്ട് നിൽക്കുകയാണ്, മുഖമൊക്കെ വലിഞ്ഞ് മുറുകി. അപ്പോൾ 20 മിനിറ്റെങ്കിലും നമ്മൾ നിൽക്കണം. ഏകദേശം 20 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ഇട്ടത്? നല്ല അരിപ്പൊടിയിൽ തരി ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ അരി പൊടിച്ചത് മില്ലിൽ പോയി പൊടിച്ച പൊടി തന്നെ വേണം. ഇത് ഞാൻ മിക്സിയിൽ ഉണക്കി അരി പൊടിക്കുക ചെയ്തത്. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് ഇതിങ്ങനെ അവിടെ ഇവിടെയും കട്ടായിട്ട് നിൽക്കുന്നത്. പിന്നെ അരിപ്പൊടി നൈസായിട്ട് പൊടിക്കുക, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, പാല്, ഈ 4 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ.
ശരിക്കും കുളിക്കണം, അപ്പോഴിത് ഫുള്ളായിട്ട് പോവുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു റോസ് കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട്. ഇത് ശരിക്കും ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എനിക്കിത് തുടച്ചിട്ട് പോകണില്ല. ശരിക്കും ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഇത്രയും നേരം ആയതുകൊണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ അതാ നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട്. നമ്മുടെ ആ ഒലീവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്തിട്ടുള്ളൂ. നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മളെ ശരീരത്തിൽ മൊത്തം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ഇതുവരെയും ചെയ്തതുപോലുള്ള ഒരു സംഭവമല്ലത്. ശരിക്കും നല്ലൊരു എന്താ പറയുക, മുഖത്തത്തെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ അരിൻ്റെ ഇതുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക, ഈ ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ശരിക്കും ക്ലീൻ ആയിട്ടില്ല. ഇനി എനിക്ക് സോപ്പിട്ട് കുളിക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പിട്ട് കുളിക്കാം. അപ്പോൾ നമ്മൾ ആയുർവേദ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ചന്ദ്രിക സോപ്പോ മെഡിമിക്സോ പിയേഴ്സോ അങ്ങനെയുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ബോഡിയിൽ തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇതിന് എല്ലാം നമ്മൾ കഴിക്കുന്ന സാധനമാണ് കേട്ടോ. ഒലിവ് ഓയിലും തന്നെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ പറ്റിയൊരു സംഭവമാണ് ഒലിവ് ഓയിൽ. അതുപോലെ പാല്, നമ്മുടെ അരിപ്പൊടി, റൈസ് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില്ലറക്കാരനല്ല. അപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ അതുപോലെ കാലൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്, കളറ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഊരിയാൽ നമ്മളെ ഡ്രസ്സ് ഇടുന്നവിടെ നല്ല വെള്ള കളറാവില്ല. അപ്പോൾ നമ്മളെ കാറ്റും വെയിലും തട്ടിനോടത്ത് ഇതുപോലെ ബ്ലാക്ക് കളറായിട്ട് വരും. അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളത് ചെയ്യുക. എന്തിനാ വെറുതെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇല്ലാത്ത പൈസ കൊടുക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.